വെട്ടം ടെലിവിഷൻ ജനാധിപത്യം രാഷ്ട്രീയ സംവാദം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജപ്പാൻ സ്ക്വയർ തിരൂർ, ഗ്രേസ് റെസിഡൻസി തിരൂർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിലേക്ക് നമ്മുടെ നാടെങ്ങും ഒരുക്കം നടക്കുകയാണ്. കലർപ്പില്ലാത്ത സംവാദങ്ങളാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ നാടിന്റെ വികസന സാധ്യതകളെ തേടുകയാണ് വെട്ടം ടെലിവിഷൻ. ജപ്പാൻ സ്ക്വയർ ആൻഡ് ഗ്രേസ് റെസിഡൻസി വെട്ടം ടെലിവിഷൻ ഒരുക്കുന്ന സംവാദം ജനാധിപത്യം. ജനാധിപത്യത്തിൽ ഇന്ന് തിരുനാവായ ഗ്രാമപഞ്ചായത്തിലെ പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. തിരുനാവായ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള വികസന പ്രശ്നങ്ങളെ ഇഴകീറി പരിശോധിക്കുകയാണ് നമ്മളിവിടെ. ഇതിൽ പങ്കെടുക്കുന്നതിനായി ഇവിടെ എത്തിയിട്ടുള്ള UDFന്റെ പ്രതിനിധി ശ്രീ കുഞ്ഞാലി VP, മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. LDFന്റെ പ്രതിനിധിയായി കോയാമുട്ടി KM, അദ്ദേഹം NCPS മണ്ഡലം പ്രസിഡന്റാണ്. ഇവരെയും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം ശ്രീ കുഞ്ഞാലി VP. നമ്മൾ ആദ്യത്തെ സെഗ്മെന്റ് നമ്മുടെ കേരളത്തിലെയും സംസ്ഥാനത്തെയും ദേശീയ തലത്തിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് താങ്കൾ സംസാരിക്കേണ്ടത്. താങ്കളുടെ UDFന്റെ രാഷ്ട്രീയ നിലപാടുകൾ 5 മിനിറ്റിനകത്ത് വിശദീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഈ പരിപാടിയിൽ നാടെങ്ങും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദേശീയ രാഷ്ട്രീയങ്ങളും സംസ്ഥാന രാഷ്ട്രീയ പ്രശ്നങ്ങളും പ്രാദേശിക വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയ കാര്യങ്ങൾ പരാമർശിക്കപ്പെടുമ്പോൾ ഇവിടെ സെൻട്രൽ ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതികൾ, അതുകളുടെ നിർവഹങ്ങൾ വരുമ്പോൾ തീർച്ചയായും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വളരെ ഉപദ്രവപരമായിട്ടുള്ള പല പദ്ധതികളാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ അടുത്ത കാലങ്ങളിലായിട്ട് വന്നിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ, ആ പദ്ധതികൾ പലതും പക്ഷപാതപരമായ പല പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൊതു കാര്യങ്ങളിൽ തന്നെ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന രീതിയിലാണ്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്ര ഭരണ സമിതിയിൽ അവതരിപ്പിച്ചിട്ടുള്ള പല പദ്ധതികളും വളരെ കൃത്യമായതും പഠനാർഹമായതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വളരെയേറെ ഗഹനമായി അവതരിപ്പിച്ച കാര്യങ്ങളിലും കൃത്യമായി സർക്കാരിന് ഒരു മൂകമായ നിലപാടാണ് ഉണ്ടായിട്ടുള്ളത് ദേശീയമായിട്ട്. അതുകളെല്ലാം ഈ രാജ്യത്തെ ജനങ്ങളെ കാര്യമായി ബാധിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ ഇവിടെ പ്രതിപാദിക്കും. അതുപോലെ തന്നെയാണ് സംസ്ഥാന സർക്കാർ പല പദ്ധതികൾ നടപ്പാക്കുമ്പോൾ ജനങ്ങളിൽ അധിക നികുതി ഭാരങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട്, അതേത് പദ്ധതികളായാലും സർക്കാരിൻ്റെ സാമ്പത്തിക ക്രൈസിസ് ഏത് നിലയിലും പകർത്തിയെടുക്കാൻ അല്ലെങ്കിൽ അതിനെ തീർക്കാൻ, അതുപോലെ തന്നെ സർക്കാരിൻ്റെ ധൂർത്തുകൾക്ക് വിധേയമാക്കുക, ഇതെല്ലാം സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങൾക്ക് അധിക നികുതി ഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയാസിലൊരു ഒരു ന്യൂസ് വന്നു. കേരളത്തിലെ ഓരോ പൗരന്മാരും 1.62 ലക്ഷം രൂപയ്ക്ക് കടബാധ്യസ്ഥരാണെന്ന്. ഇതേ രൂപത്തിലുള്ള ഈ കടബാധ്യതകളൊക്കെ നിലനിൽക്കെ ഓരോ സംവിധാനങ്ങൾ കൊണ്ടുവരുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങൾക്കായിട്ട് പഞ്ചായത്തിലൊരു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അതുപോലെ മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും അപേക്ഷകളുടെ ഫീസ് വർധനവ് പോലെയുള്ള എല്ലാ കാര്യങ്ങളിലും, വിലവർധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണെങ്കിൽ ജനങ്ങൾക്ക് ദുസ്സഹമായ രീതിയിലുള്ള ഒരു ഭരണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുപോലെ തന്നെ ഏത് മേഖലകൾ എടുത്താലും ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള
ഒരു ഭരണമാണ് കേന്ദ്ര ഭരണങ്ങൾ എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. കൃത്യമാണ് താങ്കളുടെ നിലപാടുകൾ. ഇടതുപക്ഷം ഭരിക്കുന്ന കേരളവും NDA ദേശീയ ജനാധിപത്യ സഖ്യം ഭരിക്കുന്ന കേന്ദ്രവും അവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന നിലപാടിലാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. നമ്മുടെ LDFന്റെ പ്രതിനിധി ശ്രീ കോയാമൂട്ടി, എന്താണ് താങ്കളുടെ ഇടതുപക്ഷത്തിന്റെ ദേശീയ രാഷ്ട്രീയ ഗതികളെക്കുറിച്ചും സംസ്ഥാന രാഷ്ട്രീയ ഗതികളെക്കുറിച്ചും താങ്കളുടെ നിലപാട് എന്താണ്? ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആസന്നമായ സമയത്ത് എല്ലായിടത്തും ചർച്ച നടക്കുന്ന കൂട്ടത്തിൽ നിങ്ങളും സംഘടിപ്പിക്കുന്ന ചർച്ചയിൽ നിങ്ങൾ ആദ്യം അഭിവൃദ്ധി ചെയ്യാം. ഇംഗ്ലീഷുകാരൻ്റെ ഒരു തന്ത്രമാണ് കേന്ദ്രത്തിൻ്റെ അടുത്ത്, വിഭജിച്ച് ഭരിക്കുക. ഇംഗ്ലീഷുകാരൻ പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ ആദ്യം ചെയ്ത അതാണ്. ഇവിടെ വിഭജനം ഉണ്ടാക്കുക, ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കുക, ക്രിസ്ത്യൻ മുസ്ലിം കലാപം ഉണ്ടാക്കുക. ഇങ്ങനെ മറ്റേ ഉൾപാർട്ടി കലാപം ഉണ്ടാക്കിയിട്ട് ഇവിടെ തമ്മിലടിപ്പിച്ചിട്ട് അതിൽ നിന്ന് ഒരു കരട് കണ്ടെത്തുക. രണ്ടാമത്തത് കേന്ദ്രം നടത്തുന്ന ഓരോ വിഷയങ്ങളും ഇപ്പോൾ SIR ഇന്ന് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അതിലെ ഗൗരവം എത്രയെന്ന് അറിയും. ഇന്ന് ജനം ഭയപ്പെട്ടുകൊണ്ടിരിക്കുക SIRനെ സംബന്ധിച്ചിട്ട്. രണ്ടാമത്തത് ഇവിടെ ഏറ്റവും കൂടുതൽ റെയിൽവേക്ക് 2 രൂപയായിട്ട് ഇവിടെ യാത്ര ചെയ്യാൻ അവതരിച്ചത് ലാലു പ്രസാദ് യാദവാണ്. ഇന്ന് ആ മിനിമം ചാർജ് എത്രയെന്ന് അറിയും? 15 രൂപ. സാധാരണക്കാരൻ്റെ യാത്ര ഇപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ തിരുനാവായ ദൈനംദിനം കോഴിക്കോട്ടേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയിട്ട് 2 രൂപ കൊടുത്തിരുന്നത്. ഇന്ന് ആ സമയത്ത് അത് നമ്മൾ ലാലു പ്രസാദ് മാറിയപ്പോൾ ഇന്നിപ്പോൾ BJP സർക്കാർ 10 രൂപ. എന്നിട്ട് നാട്ടിലുള്ള എല്ലാ സ്ഥാപനങ്ങളും വിറ്റ് കോപ്പറേറ്റീവ് തിരുവനന്തപുരം എയർപോർട്ട് വിറ്റ്, വിഴിഞ്ഞം വിറ്റ്, ഏതാ വിൽക്കാൻ ബാക്കി? നമ്മൾ കാണുന്ന റെയിൽവേ സ്റ്റേഷനൊക്കെ വിറ്റ്, തിരൂർ പാർക്കിങ്ങിലൊക്കെ പോയി നോക്കുകയാണ്. എല്ലാം പൊതുമേഖലകൾക്ക് വിറ്റ് കഴിഞ്ഞ്. അങ്ങനെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ. സമയം കേരളത്തേക്ക് വന്നാലോ എത്രയോ പാവപ്പെട്ട ഒരു ഉപകാരമാണ് ഈ സർക്കാർ. ഒരു നേരത്തെ മരുന്നിന് പൈസ ഇല്ലാത്തവനക്ക്, ഒരു നേരത്തെ അന്നത്തിന് പൈസ ഇല്ലാത്തവനക്ക് ഇതുവരെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാർ 800 രൂപ പെൻഷൻ കൊടുത്തിരുന്നത്, 650 രൂപ. അതിന് 8 മാസം ബാലൻസ് അത് നമ്മൾ 1000 ആക്കി, 1600 ആക്കി. ഇപ്പോൾ 2000 കൊടുത്ത് കൈപ്പറ്റി. ഈ പ്രാവശ്യം കൊടുത്ത് 2000 പൈസ 1600, 3600 നമ്മൾ കൊടുത്ത്. അംഗനവാടി ജീവനക്കാർക്ക് നമ്മൾ കൂട്ടി, പാചക തൊഴിലാളികൾക്ക് 1000 രൂപ കൂട്ടി. വീട്ടിലിരിക്കണ നമ്മളൊക്കെ ഒരു വീട്ടിൽ നിന്ന് പോരുമ്പോൾ നേരം പോയിട്ട് വൈകുന്നേരം സുബൈക്ക് എണിച്ച് വൈകുന്നേരം വരെ വീടിൻ്റെ ഉള്ളിൽ പണിയെടുക്കണ സ്ത്രീകൾക്കൊന്നുമില്ലായിരുന്നു, അവർക്ക് കൊടുത്തു നമ്മൾ 1000 രൂപ. പിന്നെ രണ്ടാമത്തത് ഇവിടുത്തെ പാചക തൊഴിലാളികൾ ഈ സ്കൂളിലൊക്കെ കഞ്ഞി വെക്കണ എന്തേലും പോലെ കഷ്ടപ്പാട്, അവർക്കും ഇപ്രാവശ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൂട്ടി ഇപ്രാവശ്യം കൂട്ടി 1000. ഏത് നിലയിൽ നോക്കിയാലും ഏതെല്ലാം മേഖല എടുത്തോളും ഇവിടുത്തെ ഗതാഗത മേഖല. ഇപ്പോൾ ഈ ഇവിടെ നിന്ന് പറഞ്ഞോട്ട് പറയാം, തിരുനാവായ തൊട്ട കുറ്റിപ്പുറം പഞ്ചായത്ത് കുറ്റിപ്പുറം കുമ്പിടിനെ ബന്ധിപ്പിക്കുന്ന പാലം കഴിഞ്ഞ് പൂർണ്ണമായി പണി കഴിഞ്ഞ് ഞാൻ അതിൻ്റെ ബൈപ്പാസ് റോഡിൻ്റെ പണിയും കൂടി ബാക്കിയുള്ളൂ. ഇങ്ങനെ ഓരോ മേഖല എടുത്ത് നോക്കിയാലും ഇനിയിപ്പോൾ നമ്മൾ തിരൂർ തന്നെ നോക്കുക. ഇപ്പോൾ വൈനത്തൂർ പൊന്മണ്ടം ബൈപ്പാസ് ഇപ്പോൾ പണി തുടങ്ങി. ഇപ്പോൾ ഏകദേശം പണി മുഴുവനായി തുടങ്ങി, 80% പണിയായി. ഏത് മേഖല സംസ്ഥാന സർക്കാർ ഈ നാട്ടിൽ ജനങ്ങളെ സാധാരണക്കാരൻ്റെ ഒപ്പം നിൽക്കുന്ന സർക്കാരാണ്. പിന്നെ ഇപ്പോൾ ഈ ബിൽഡിംഗ് ടാക്സിനെ പറ്റി എൻ്റെ സുഹൃത്ത് പറഞ്ഞത്, ബിൽഡിംഗ് ടാക്സ് വെച്ച് കൂട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം കൂട്ടിയത് 50% കുറച്ചിക്കണേ. ആ കുറച്ച പൈസ തദ്ദേശ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അത് ഇവിടുത്തെ നികുതിയും കാര്യങ്ങളൊക്കെ കൂടി വെച്ചിട്ടല്ലേ. ഇപ്പോൾ ആകാശത്തിന് കെട്ടിയിറക്കുന്നില്ലല്ലോ നമ്മൾ ഈ നാട്ടിൽ സാധാരണക്കാരനാണ് നമ്മളെ കണ്ണിൽ. സാധാരണക്കാരൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും അത് ചെയ്യാനാണ് നമ്മളെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലാണ് നമ്മൾ ഉറച്ചു നിൽക്കുന്നത്. അതാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. ഇത്രയും ആ കാര്യത്തിൽ പറയും. തീർച്ചയായും 2 മുന്നണികളും തങ്ങളുടെ നിലപാടുകൾ വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ ചോദ്യങ്ങളുള്ള സെഗ്മെന്റാണ്. ആദ്യമായി കുഞ്ഞാലി VPയോട് വല്ല ചോദ്യങ്ങളും ഈ രാഷ്ട്രീയ നിലപാടുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. കേന്ദ്ര ഗവൺമെന്റിനെതിരെ നിങ്ങൾ സംസാരിക്കുമ്പോൾ സംസ്ഥാനത്തിൽ കിട്ടേണ്ട ഒരു വിഹിതം കേന്ദ്രം തരുന്നില്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾ ആരും ഒരു അക്ഷരം പറയുന്നില്ല. പകരം സംസ്ഥാന ഗവൺമെന്റിന്റെ മേലെ എല്ലാ കുറ്റവും ചുമത്താനാണ് UDFന്റെ പ്രതിനിധികൾ എല്ലാ ചർച്ചയിലും ശ്രമിക്കുന്നത്. അത് ശരിയായ നിലപാടാണോ? ഇവിടെ കേരള ഗവൺമെന്റിന് കിട്ടേണ്ട കേന്ദ്ര വിഹിതങ്ങൾ അത് കൃത്യമായി വാങ്ങിയെടുക്കേണ്ടത് കേരള സർക്കാരാണ്. ആ കേരള സർക്കാർ അതിനു വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നതിൽ വൈകുന്നതായിരിക്കാം അതിന് കാരണം. അതല്ലാതെ BJP കേന്ദ്ര സർക്കാരുകളിൽ നിന്ന് ലഭിക്കാനുള്ള വിഹിതങ്ങൾ അത് കൃത്യമായി വാങ്ങിയെടുക്കാൻ ബാധ്യസ്ഥരാണ് കേരള സർക്കാർ. അതിന് പദ്ധതികൾ ആവിഷ്കരിക്കുന്നതും അതിന് പദ്ധതികൾ ആവിഷ്കരിച്ച് അതിൻ്റെ കൃത്യമായ ഒരു പ്രോജക്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് നിങ്ങൾക്ക് അനുവദിച്ചായിരിക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് കേന്ദ്ര സർക്കാരിനോട് കേരള സർക്കാരല്ലേ അതുമായി ബന്ധപ്പെട്ട കൈകാര്യം ചെയ്ത് വാങ്ങേണ്ടത്.
അങ്ങനെ ഒരു കേരളം കേന്ദ്രം കേരളത്തോട് ഒരു വിവേചനം കാണിക്കുന്ന സമയത്ത് സമരമുഖത്തിറങ്ങേണ്ട ഒരു ബാധ്യത ഒരു കേരളത്തിലെ പൗരന്മാരെ കേന്ദ്ര പ്രതിനിധീകരിച്ച് സർക്കാരിനെതിരെ അനവധി സമരങ്ങൾ UDF നടത്തിയിട്ടുണ്ട്. അനവധി സമരങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ UDF നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിനോട് ഇനി ചോദ്യങ്ങൾ ബാക്കിയുണ്ടോ? ഇല്ലല്ലോ. ഇനി നമ്മുടെ LDF-ന്റെ പ്രതിനിധി കോയാമൂട്ടി KM-നോടുള്ള ചോദ്യങ്ങളാണ്. ചോദിക്കാം. കേരള സർക്കാരിൻ്റെ ഒരുപാട് നല്ല കാര്യങ്ങളെക്കുറിച്ച് കോയമ്പടി സാർ പറഞ്ഞു. ഒരുപാട് വികസനം ഇപ്പോൾ 2000 ആക്കി കഴിഞ്ഞ അവരുടെ തന്നെ മന്ത്രി തന്നെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ ഇറങ്ങിപ്പോകുമ്പോൾ ഒന്നും പെൻഷനിൽ ബാക്കി ഉണ്ടായിരുന്ന ഒരു വിഭാഗത്തിന് മാത്രമുള്ളത്, അതും ട്രഷറിയിൽ ഉണ്ടായിരുന്നു. അവർക്ക് അക്കൗണ്ടുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം കൊണ്ട് മാത്രമാണ് എന്ന് നിയമസഭയിൽ തന്നെ മറുപടി കൊടുത്തതാണ്. അതിനെയാണ് അദ്ദേഹം വിമർശിച്ചത്. എൻ്റെ ചോദ്യം അതല്ല. അയാൾ പറഞ്ഞു വികസനം ഉണ്ട്. ഇവിടെ ഉണ്ടായിട്ടുള്ള വികസനം ഒന്ന് കറണ്ട് ചാർജ് വികസിപ്പിച്ചിട്ടുണ്ട്, രണ്ടാമതായിട്ട് വികസിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ വാട്ടർ ബില്ലാണ് വികസിച്ചിട്ടുള്ളത്, പിന്നെ നമ്മുടെ നികുതി ഭൂനികുതി വികസിച്ചിട്ടുണ്ട്, അതുകൂടാതെ വികസിച്ചിട്ടുള്ളത് നമ്മുടെ കെട്ടിട നികുതിയാണ്, പിന്നീട് വികസിച്ചിട്ടുള്ളത് നമ്മുടെ രജിസ്ട്രേഷൻ ഫീസ്. അതായത് നമ്മളൊരു ഭൂമി വാങ്ങുകയാണെങ്കിൽ ഇതാണ് വികസിച്ചിട്ടുള്ളത്. അല്ലാതെ കേരളത്തിൽ എന്താണ് വേറെ വികസിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. പിന്നെ ചോദ്യം ഇതൊന്നുമല്ല. നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ സർക്കാർ വലിയൊരു പദ്ധതിയായി കേരളയിൽ കൊണ്ടുവന്നു. ഇതിനെതിരെ വലിയൊരു സമരം നടന്ന ഭൂമിയാണ് തിരുനാവായ ഗ്രാമപഞ്ചായത്ത്. ഈ ഗ്രാമപഞ്ചായത്തിൽ ആദ്യം LDF അതിനെതിരെ നിന്നെങ്കിലും പിന്നീട് കരിങ്കാലി പണിയെടുത്ത് അവരുടെ നേതാക്കന്മാരുടെ ധാർഷ്ട്യത്തിന് വഴങ്ങിക്കൊണ്ട് ഒഴിഞ്ഞു പോകുന്നുണ്ട്. ഇനിയും കേരളയിൽ വരികയാണെങ്കിൽ ഇവർ അനുകൂലിക്കുമോ അതല്ല പാവപ്പെട്ട തിരുനാവായ ജനങ്ങളുടെ കൂടെ നിൽക്കുമോ എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. കേരളയിലുമായി ബന്ധപ്പെട്ട നിലപാട്. കേരളയിൽ തിരുനാവായ പഞ്ചായത്തിൽ കൂടെ മാത്രമല്ല പോണത്, അത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഉണ്ട്. സർക്കാർ അങ്ങനെ ഒരു പദ്ധതി ഇപ്പോഴും ഒഴിവാക്കിയിട്ടില്ല. സർക്കാർ ആ പദ്ധതി ഉടനെ അടുത്തപക്ഷമായി ഒപ്പം നിൽക്കും. അതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതിന് ഒപ്പം നിൽക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആ ചോദ്യത്തിന് ഒറ്റ മറുപടിയുള്ളൂ. യാതൊരു സംശയവും ഞങ്ങൾ കൂടെ. ഇടതുപക്ഷത്തിന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തോട് വേറെയുള്ള ചോദ്യങ്ങൾ. ബഹുമാനപ്പെട്ട കോയമുട്ടിക്ക് ഒരു കാര്യം ഇവിടെ വിശദീകരിച്ചു. കൂട്ടിയ നികുതി കുറച്ചു എന്നത്, അതിന്റെ മുന്നത്തെ നികുതി എത്രയായിരുന്നു എന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? കൂട്ടിയ നികുതി എത്ര ശതമാനം കുറച്ചു എന്ന് നിങ്ങൾ പറഞ്ഞു. പക്ഷേ സർക്കാരിന്റെ ഒരു അതിഗംഭീരമായ ഒരു എന്താ പറയാ പ്രഹസനമാണ് എന്നത് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കറിയാം. കാരണം നികുതി കുറക്കുന്നതിന് മുന്നേ അതിന്റെ ഇരട്ടി ശതമാനം കൂട്ടിയ നികുതിയാണ് പിന്നീട് കുറച്ചിട്ടുള്ളത്. അപ്പൊ ആ നികുതിയുടെ പെർസെൻറ്റേജ്, അതിന്റെ മുന്നത്തെ പെർസെൻറ്റേജ് ബഹുമാനപ്പെട്ട കോയമുട്ടിക്ക് ഒന്ന് വ്യക്തമാക്കണം. മുന്നേ ഇപ്പം പ്രാവശ്യം 50% മുന്നേ പോകുന്ന ഇപ്പം 50% കുറച്ച് കൊടുത്തില്ലേ? ഈ 50% നിങ്ങൾ പറഞ്ഞത് അതിൻ്റെ ആക്ടിവിറ്റി കൂട്ടിയിട്ട് 25% കൂട്ടിയെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതിന് സർക്കാർ അതിനുള്ള ചില എളുപ്പവഴികൾ വാങ്ങി കൊടുത്തിട്ടുണ്ട്. പണ്ടത്തെ മാതിരി പെർമിറ്റിന് കാത്തിരിക്കണ്ട. പെർമിറ്റ് ഇപ്പം അപേക്ഷ എന്നാ ഇപ്പോഴത്തെ നിയമനത്തിൽ ഒരു മണിക്കൂറോട് പെർമിറ്റ് കൊടുക്കണം. ചില പഞ്ചായത്തുകൾ അവരുടെ തോന്നിവാസത്തിനനുസരിച്ച് ആ സംഗതി നടപ്പിലാക്കണില്ലെന്നേ ഉള്ളൂ. പഞ്ചായത്ത് കൂട്ടിയ നിങ്ങൾ നമ്മളെ പഞ്ചായത്ത് തിരിച്ചു കൊടുത്തിട്ടില്ല പൈസ. ഞാൻ വിവരാവകാശം രൂപയിലേക്കുണ്ട്. നമ്മളെ പഞ്ചായത്ത് ആർക്കും തിരിച്ചു കൊടുത്തിട്ടില്ല പൈസ. അതിന്റെ മുന്നേ കൂട്ടിയാൽ 100 റുപ്യ കൂട്ടിയാൽ 50 റുപ്യ കുറച്ച് കൊടുത്തിട്ടില്ല നമ്മൾ. പിന്നെ വന്ന ടാക്സ് 2% കുറച്ച് കൊടുത്തിട്ടില്ലേ? നേരത്തെ വർദ്ധിപ്പിച്ച തുക അതിന്റെ 50% കുറച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അതിന്റെ ആ ചോദ്യവുമായി ബന്ധപ്പെട്ട നിലപാടുകൾ അദ്ദേഹം കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്.